പ്രിയരേ, നമസ്കാരം. യുധിഷ്ഠിരൻ തൻ്റെ ജീവിതകാലത്ത് 2 മഹത്തായതും ഉന്നതവുമായ യാഗങ്ങൾ നടത്തി. പകിടകളിയിൽ ദുര്യോധനനോട് രാജ്യം നഷ്ടപ്പെടുന്നതിന് മുൻപ് ഇന്ദ്രപ്രസ്ഥത്തിന്റെ സിംഹാസനത്തിന്റെ അധിപതിയായപ്പോൾ നടത്തിയ രാജസൂയ യജ്ഞമായിരുന്നു അതിലൊന്ന്. മഹാഭാരത കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം അശ്വമേധ യജ്ഞമായിരുന്നു മറ്റൊന്ന്. ഈ വീഡിയോയിൽ യുധിഷ്ഠിരന്റെ അശ്വമേധ യജ്ഞത്തിനിടയിലും അതിനുശേഷവും നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വീഡിയോയിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. എന്തിനു വേണ്ടിയാണ് യുധിഷ്ഠിരൻ അശ്വമേധ യജ്ഞം നടത്തിയതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ലക്ഷക്കണക്കിന് യോദ്ധാക്കളുടെ ഉന്മൂലനത്തിന് ഹേതുവായ മഹാഭാരത യുദ്ധത്തിന് ശേഷം പല രാജ്യങ്ങൾക്കും ഭരണാധികാരികളില്ലാതെ പ്രജകൾ ആശയക്കുഴപ്പത്തിലായി. ഒരു അരക്ഷിതാവസ്ഥ മൊത്തത്തിൽ നിലനിന്നിരുന്നു. ഭാരതവർഷത്തിലുടനീളം ഈ അവസ്ഥ സംജാതമായതിനാൽ പാണ്ഡവർ പോലും നിരാശരാണ്. ഭഗവാൻ കൃഷ്ണനും വേദവ്യാസനും ചേർന്ന് ഭാരതവർഷത്തെ മുഴുവൻ തന്റെ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാനും ജനങ്ങൾക്ക് ആശ്വാസം നൽകുവാനും ഒരു യജ്ഞം നടത്തുവാൻ യുധിഷ്ഠിരനോട് ആവശ്യപ്പെടുന്നു. തന്റെ മന്ത്രിമാരോട് കൂടിയാലോചിച്ച ശേഷം അശ്വമേധ യജ്ഞം നടത്തുവാൻ യുധിഷ്ഠിരൻ തീരുമാനമെടുത്തു. ഭാരതവർഷത്തിൽ മുഴുനീളം ചുറ്റിത്തിരിയുവാനും ഭാരത ഭൂപ്രകൃതിയിൽ ചിതറിക്കിടക്കുന്ന വിവിധ രാജ്യങ്ങളെ ഒന്നിപ്പിക്കുവാനും പാണ്ഡവർ ഒരു കുതിരയെ അഴിച്ചുവിട്ടു. വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കുതിരയെ ആ രാജ്യങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കാൻ അനുവദിക്കണമെന്നതാണ് അശ്വമേധ യജ്ഞത്തിന്റെ നിയമം. അതിനനുവദിക്കപ്പെടുന്ന രാജ്യങ്ങൾ യുധിഷ്ഠിരന്റെ ആധിപത്യത്തിന് കീഴിൽ അഭയം പ്രാപിക്കും. ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം കുതിരയെ തടയുകയോ പിടിച്ചുകെട്ടുകയോ ചെയ്താൽ അവർ ആ കുതിരയെ പിന്തുടരുന്ന സൈന്യാധിപനായ അർജുനനോട് യുദ്ധം ചെയ്യേണ്ടി വരും. ചെറുത്തുനിൽപ്പ് എവിടെ ഉണ്ടായോ അവിടം അർജുനന് തൻ്റെ സൈന്യത്തെ ഉപയോഗിച്ച് ആ എതിർപ്പിനെ നീക്കം ചെയ്യാൻ കഴിയും. എന്നാൽ ഈ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു സംഭവം മാത്രം ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സ്വന്തം മകനാൽ അർജുനൻ ഈ യാഗപാതയിൽ കൊല്ലപ്പെടുകയും പത്നിയാൽ അതിജീവിക്കപ്പെട്ടതുമായ പ്രസക്തമായൊരു സംഭവം. യുധിഷ്ഠിരന്റെ അശ്വമേധ യജ്ഞത്തിനിടെ അർജുനന്റെ മരണം അധികം പ്രതിപാദിക്കപ്പെടാത്ത അപ്രസക്തമായ സംഭവമായി. അർജുനന് ദ്രൗപദിയെ കൂടാതെ മറ്റു 3 ജീവിത പങ്കാളികൾ കൂടെ ഉണ്ടായിരുന്നു: സുഭദ്ര, ചിത്രാംഗത, ഉലൂപ്പി. പണ്ട് പാണ്ഡവർ ദ്രൗപദിയെ വിവാഹം ചെയ്തപ്പോൾ വേദവ്യാസൻ അവരോട് ഓരോ വർഷവും ദ്രൗപദിയോടൊപ്പം ഓരോരുത്തർ ജീവിതം പങ്കുവെക്കണമെന്ന് പ്രതിജ്ഞയെടുപ്പിക്കുന്നു. ആരെങ്കിലും ഈ കരാർ ലംഘിച്ചാൽ അവർ 12 വർഷത്തേക്ക് നാടുകടത്തപ്പെടും. യുധിഷ്ഠിരനും ദ്രൗപദിയും ഒരുമിച്ച് സഹവസിച്ചിരുന്ന സന്ദർഭത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ചില സാഹചര്യങ്ങൾ കാരണം അർജുനന് തന്റെ ആയുധമായ ഗാണ്ഡീവവില്ല് എടുക്കുവാൻ അവരുടെ അറയിലേക്ക് പ്രവേശിക്കേണ്ടി വന്നു. വേദവ്യാസന്റെ കരാർ ലംഘിക്കപ്പെട്ടതിനാൽ സന്തോഷത്തോടെ പ്രവാസം സ്വീകരിച്ച് അർജുനൻ ഭാരതവർഷത്തിൽ പര്യടനം നടത്തി. ഈ സാഹചര്യത്തിലാണ് ഉലൂപ്പിയെയും ചിത്രാംഗതയെയും പരിണയം ചെയ്യുവാനുള്ള അവസരം വന്നു ഭവിച്ചത്. ഉലൂപ്പി നാഗകന്യകയും ചിത്രാംഗത മണിപ്പുര എന്ന രാജ്യത്തിന്റെ രാജകുമാരിയുമായിരുന്നു. ഉലൂപ്പി പകുതി സ്ത്രീയും പകുതി നാഗവുമാണ്. നാഗങ്ങളുടെ മുഖ്യനായ കൗരവന്റെ മകളാകുന്നു. പ്രവാസകാലത്ത് അർജുനൻ ഗംഗാനദിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉലൂപ്പി ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത്. അർജുനന്റെ പുരുഷ സൗന്ദര്യത്തിൽ വശംവദയായ ഉലൂപ്പി വെള്ളത്തിനടിയിലെ അവളുടെ കൊട്ടാരത്തിലേക്ക് അവനെ ചുറ്റിവരിഞ്ഞു കൊണ്ടുപോയി തന്നെ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിച്ചു. കുറച്ചു നേരത്തെ എതിർപ്പുകൾക്ക് ശേഷം അർജുനൻ സമ്മതിക്കുന്നു. അവർ വിവാഹിതരായി 3 വർഷം ഒരുമിച്ച് ജീവിച്ചു. അർജുനന്റെ പുത്രനായി ഇരവാനെ ഉലൂപ്പി പ്രസവിക്കുന്നു. അർജുനൻ പിന്നീട് മണിപ്പുരയിലേക്ക് യാത്രയായി. അവിടെ വെച്ച് ചിത്രാംഗതയെ വരിച്ചു. അവർക്കിടയിൽ ബഭ്രുവാഹനൻ എന്ന പുത്രൻ ജനിക്കുന്നു. ഉലൂപ്പിയുടെയും ചിത്രാംഗതയുടെയും ജീവിതം വളരെ ചുരുക്കിയാണ് ഇവിടെ വിവരിക്കുന്നത്. അവരുടെ കൂടുതൽ ബൃഹത്തായ സംഭവങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്കായി ഇരുവരുടെയും തനിത്തനി വീഡിയോ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിജയകരമായ ആ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. യുധിഷ്ഠിരന്റെ അശ്വമേധ യജ്ഞത്തിൽ അർജുനനെ വധിച്ചത് ചിത്രാംഗതയുടെ ഈ പുത്രനായ ബഭ്രുവാഹനനാണ്. എന്തുകൊണ്ടാണ് ഈ ഗതി അർജുനന് ഭവിച്ചതെന്നും മറ്റൊരു ഇതിഹാസമാകുന്നു. അഷ്ടവസുക്കൾ എന്ന സ്വർഗീയ ദേവന്മാരുടെ ശാപം നിമിത്തമാണ് ഈ മരണം ഭവിച്ചത്. മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരെ വധിക്കാൻ അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തിയപ്പോൾ അതൊരധാർമിക പ്രവൃത്തിയായി പലരും വിലയിരുത്തി. സ്വർഗീയ അഷ്ടവസുക്കളും ഇതേ രീതിയിൽ ചിന്തിച്ചു. അർജുനന്റെ എണ്ണമറ്റ അസ്ത്രങ്ങളാൽ ഭീഷ്മർ വീണപ്പോൾ തക്ക സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പുത്രനാൽ കൊല്ലപ്പെടുമെന്ന് വസുക്കൾ അർജുനനെ ശപിച്ചിരുന്നു. അവരുടെ കോപത്തിന്റെ യഥാസ്ഥിതികത മനസ്സിലാക്കാൻ ഭീഷ്മരും വസുക്കളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ഈ അഷ്ടവസുക്കൾ, അതായത് 8 വസുമാരിൽ ഒരാളുടെ മർത്യരൂപമാണ് ഭീഷ്മർ. മഹാഭാരതത്തിലെ ആദ്യ പർവ്വത്തിൽ ഗംഗ ശന്തനുവിനോട് ഭീഷ്മരുടെ കഥ പറയുന്നുണ്ട്. ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ അവരുടെ മർത്യരൂപത്തിൽ പരിണയം ചെയ്ത സംഭവം നമുക്ക് സുപരിചിതമാണ്. ഈ ബന്ധം തകരാതിരിക്കാൻ തന്നെ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടരുതെന്ന് അവർ ശന്തനുവിനെ ഒരു ഉടമ്പടിയാൽ ചട്ടം കെട്ടി. അവർക്ക് പിറന്ന 7 മക്കളെയും ഗംഗ നദിയിൽ മുക്കി കൊന്നു. എന്നാൽ 8ാമതും പിറന്ന മകനെ മുക്കിക്കൊല്ലുവാൻ തുനിഞ്ഞ ഗംഗയെ ശന്തനു തടഞ്ഞു. ശന്തനു ഉടമ്പടി തെറ്റിച്ചതിനാൽ അവരുടെ ദാമ്പത്യം അതോടെ തകർന്നു. 8ാമത്തെ കുഞ്ഞിനെ നന്നായി പരിശീലിപ്പിക്കാൻ അവൾ കൂടെ കൊണ്ടുപോയി.
അവൻ പ്രായപൂർത്തിയായപ്പോൾ ശന്തനുവിനെ തിരികെ ഏൽപ്പിച്ചു. ഇവിടെ മുക്കിക്കൊല്ലപ്പെട്ടതടക്കമുള്ള 8 കുട്ടികളിൽ ഓരോരുത്തരും കശ്യപമുനി മർത്യരായി ജനിക്കാൻ ശപിച്ച സ്വർഗീയ വസുക്കളാണെന്ന് ഗംഗ ശന്തനുവിനോട് പറയുന്നു. ശാപശേഷം വസുക്കൾ കശ്യപനോട് അപേക്ഷിച്ചതിന് പ്രകാരം മർത്യരായി ജനിച്ച ഉടൻ തന്നെ മരിക്കാൻ ഇടവരട്ടെ എന്ന ശാപമോക്ഷവും നൽകി. അഷ്ടവസുക്കൾ കശ്യപമുനിയുടെ പശുവിനെ മോഷ്ടിച്ചതിനാലാണ് മുനിക്ക് അവരെ ശപിക്കേണ്ടി വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ദിവ്യ പശുവിനെ മോഷ്ടിച്ച 8ാമത്തെ വസു ഭൂമിയിൽ ജീവിക്കേണ്ടി വരുമെന്നും മുനി കശ്യപൻ അറിയിക്കുന്നു. ഈ 8ാമത്തെ വസു ശന്തനുവിന്റെ 8ാമത്തെ കുട്ടിയായി വളർന്ന ഭീഷ്മരായിരുന്നു. അർജുനന്റെ അസ്ത്രത്തിൽ ഭീഷ്മർ വീണപ്പോൾ അദ്ദേഹത്തിന്റെ സഹചാരികൾ അർജുനനെ ശപിച്ചു. ഈ ശാപത്തെക്കുറിച്ച് ഗ്രഹിച്ച ഉലൂപ്പി അസ്വസ്ഥയായി. അവൾ ഗംഗയെ സമീപിച്ച് തന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാമെന്ന് തിരക്കുന്നു. തുടർന്ന് ശാന്തയായ ഉലൂപ്പി ചിത്രാംഗതയുടെ പുത്രനായ ബബ്രുവാഹനനെ കൂട്ടിക്കൊണ്ടുപോയി പിതാവിനെ പോലെ തന്നെ നല്ലൊരു വില്ലാളിയാകുവാൻ അവനെ പരിശീലിപ്പിച്ചു. നമ്മൾ തിരിച്ച് യുധിഷ്ഠിരന്റെ അശ്വമേധ യജ്ഞത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ കുതിര മണിപ്പുരയിലേക്ക് പ്രവേശിച്ചിരുന്നു. ഈ സന്ദർഭത്തിൽ ഉലൂപ്പി ബബ്രുവാഹനനോട് അർജുനനോട് യുദ്ധം ചെയ്യുവാനും അദ്ദേഹത്തെ ജീവനോടെ വിടരുതെന്നും ആവശ്യപ്പെട്ടു. വൈകാതെ അർജുനനും ബബ്രുവാഹനനും തമ്മിൽ ഉഗ്രമായ യുദ്ധം നടന്നു. അവർ തമ്മിലുള്ള പരസ്പര ബന്ധം ഇരുവർക്കും പരസ്പരം അറിയില്ല. ഇരു എതിരാളികളും പരസ്പരം മാരകമായി പ്രഹരിച്ചു. വിവരമറിഞ്ഞ ചിത്രാംഗത രണഭൂമിയിലേക്ക് പാഞ്ഞെത്തി. ഭർത്താവിനെയും പുത്രനെയും മരണത്തിലേക്ക് നയിച്ച ഉലൂപ്പിയെ അവർ കുറ്റപ്പെടുത്തി. തദവസരത്തിൽ വസുക്കളുടെ ശാപത്തെക്കുറിച്ച് ഉലൂപ്പി ചിത്രാംഗതയെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് ഉലൂപ്പി തന്റെ പിതാവിന്റെ നാഗമണി കൊണ്ടുവന്ന് അർജുനന്റെ നെഞ്ചിൽ വെച്ചു. അതിനാൽ അർജുനന്റെ മുറിവുകൾ ഉണങ്ങുകയും പുനരുജ്ജീവിക്കുകയും ചെയ്യുന്നു. യുധിഷ്ഠിരന്റെ അശ്വമേധ യജ്ഞത്തിൽ അർജുനന്റെ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും കഥ അങ്ങനെ അവസാനിക്കുന്നു. ബബ്രുവാഹനൻ മരണപ്പെട്ടിട്ടില്ലെന്നും എന്നാൽ അർജുനന്റെ അസ്ത്രത്തിന്റെ ആഘാതത്തിൽ ബോധം കെട്ട് വീഴുകയും പിന്നീട് ഉണർന്നുവെന്നും പറയപ്പെടുന്നു. ബാക്കിയുള്ള അശ്വമേധ യജ്ഞത്തിന്റെ പ്രയാണത്തിൽ കാര്യമായ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അർജുനൻ കുതിരയുമായി ഹസ്തിനപുരിയിലേക്ക് മടങ്ങി. യജ്ഞത്തിന് ശേഷം യുധിഷ്ഠിരൻ പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ നൽകുന്നതോടെ ചടങ്ങുകൾ സമാപിച്ചു. ഈ അവസരത്തിൽ ഇതിഹാസമായ മഹാഭാരതത്തിൽ കണ്ടെത്തിയ മറ്റൊരു സംഭവം ഒരു സുവർണ കീരിയാണ്. യുധിഷ്ഠിരൻ വിതരണം ചെയ്ത സമ്പത്തുമായി ആളുകൾ പിരിഞ്ഞു പോയതിന് പിന്നാലെയാണിത് സംഭവിച്ചത്. എല്ലാവരും സംതൃപ്തരാണ്. എക്കാലഘട്ടത്തിലെയും ഏറ്റവും മികച്ച യജ്ഞമാണ് യുധിഷ്ഠിരൻ നടത്തിയതെന്ന് മാലോകരെല്ലാം അദ്ദേഹത്തെ പ്രശംസിച്ചു. എന്നാൽ ഈ ചടങ്ങ് നടന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ച ഒരു കീരി യജ്ഞം ഉപയോഗശൂന്യമാണെന്ന് യുധിഷ്ഠിരനെ പരിഹസിക്കാൻ തുടങ്ങി. കീരിയുടെ പകുതി ശരീരം സ്വർണത്തിൽ നിർമ്മിതമായതാണ്. ബാക്കിയുള്ളത് സാധാരണ രോമങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് യാഗത്തെക്കുറിച്ച് മോശമായി സംസാരിച്ചതെന്ന് യജ്ഞസ്ഥലത്തെ ആളുകൾ കീരിയോട് തിരക്കി. അതിനായി കീരിയൊരു കഥ അവരോട് പറയുന്നു. ഒരിക്കൽ ഒരു ദരിദ്ര ബ്രാഹ്മണൻ തന്റെ പത്നിയും മകനും മരുമകളും ഒരു നഗരത്തിന്റെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്നു. തീരെ ദരിദ്രരായതിനാൽ അവർ നിത്യ അന്നത്തിന് പോലും ഗതികേടിലാണ്. ദിവസങ്ങളോളം പട്ടിണി കിടന്ന ബ്രാഹ്മണ കുടുംബത്തിന് എങ്ങനെയോ ഒരു ദിവസം യവം അഥവാ വാൽ ഗോതമ്പ് കിട്ടി. അദ്ദേഹത്തിന്റെ പത്നി അതിൽ നിന്നും മാവുണ്ടാക്കി 4 ഭാഗങ്ങളായി വിതരണം ചെയ്തു. ഒരു പങ്ക് ഭർത്താവിന്, ഒന്ന് സ്വയവും, ഒന്ന് മകനും, ഒന്ന് മരുമകൾക്കും നൽകി. അങ്ങനെ അവർ മാവ് ആഹാരിക്കുവാൻ ഇരിക്കുമ്പോൾ അവരുടെ വാതിലിൽ മുട്ടുന്നത് കേട്ടു. ഗൃഹനാഥൻ വാതിൽ തുറന്നപ്പോൾ കുടിക്കാൻ കുറച്ച് ദാഹജലം തരുമോ എന്ന് ഒരപരിചിതൻ യാചിക്കുന്നു. ഭാരത സംസ്കാരത്തിൽ അതിഥിയെ ദൈവമായി കണക്കാക്കുന്നതിനാൽ ബ്രാഹ്മണൻ അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിക്കുകയും എന്തെങ്കിലും കഴിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. വിശക്കുന്നുണ്ടെന്ന് അതിഥി മൊഴിയുന്നു. ബ്രാഹ്മണൻ തന്റെ പങ്ക് യവം അതിഥിക്ക് നൽകി. അതിഥി അത് കഴിച്ചിട്ട് വീണ്ടും വിശക്കുന്നുവെന്ന് പറഞ്ഞു. കഴിച്ച മാവിനാൽ അദ്ദേഹത്തിന്റെ വിശപ്പ് വർദ്ധിപ്പിച്ചു. ബ്രാഹ്മണന്റെ പത്നി തന്റെ പങ്ക് യവം കൊണ്ടുവന്ന് അതിഥിക്ക് നൽകുവാൻ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ബ്രാഹ്മണൻ പത്നിയുടെ പങ്കെടുത്ത് അതിഥിക്ക് കൊടുത്തു. അത് കഴിച്ചു തീർന്നപ്പോഴും അതിഥിയുടെ വിശപ്പടങ്ങിയില്ല. ബ്രാഹ്മണന്റെ മകൻ തന്റെ കർത്തവ്യത്തിൽ പിതാവിനെ സഹായിക്കേണ്ടത് തന്റെ കടമയാണെന്ന് ഉദ്ധരിച്ച് തന്റെ പങ്ക് യവവും അതിഥിക്ക് നൽകി. എന്നാലും അതിഥിയുടെ വിശപ്പടക്കാൻ മകന്റെ വിഹിതം യവമാവ് പോലും തികഞ്ഞില്ല. അവശേഷിക്കുന്ന വിഹിതം മരുമകളുടേതാണ്. അതവർ കൊണ്ടുവന്ന് താനും ഭർത്താവിന്റെ പാത പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നതായി ബ്രാഹ്മണനെ അറിയിച്ചു. അതിഥി ആ മാവും കഴിച്ചു. അന്ന് രാത്രി പട്ടിണി കിടന്ന് 4 പേരും മരിച്ചു. അതിഥി ബ്രാഹ്മണനായി കുടുംബത്തെ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചത് ധർമ്മദേവനായതിനാൽ ഒരു സ്വർണ്ണരഥത്തിൽ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം സംഭവിച്ചത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു എന്ന് കീരി യുധിഷ്ഠിരനോട് പറഞ്ഞു. അതിഥി കഴിച്ചതിൻ്റെ കുറച്ച് യവമാവ് തറയിൽ കിടക്കുന്നു. ഞാനതിൽ കിടന്ന് ഉരുണ്ടു. തന്മൂലം തൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം സ്വർണമായി. യുധിഷ്ഠിരന്റെ അശ്വമേധ യജ്ഞം നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നവരോട് കീരി പറഞ്ഞു, യാഗമോ യജ്ഞമോ ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ അവിടെ ചെന്ന് യജ്ഞത്തിൻ്റെ ഫലങ്ങൾ നിമിത്തം എൻ്റെ മറുഭാഗവും സ്വർണ്ണമാക്കുവാൻ പര്യാപ്തമാണോ എന്ന് നോക്കുവാൻ ശ്രമിക്കും. നിങ്ങളുടെ യജ്ഞത്തിനും അത് ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ കാണുന്നു. താങ്കളുടെ യജ്ഞത്തിലും ഞാനത് പരീക്ഷിച്ചു.
അതിനാൽ ആ പാവപ്പെട്ട ബ്രാഹ്മണൻ്റെതിനു സമാനമായ യജ്ഞമായി ഞാൻ ഇതിനെ കണക്കാക്കുന്നില്ല. യുധിഷ്ഠിരന്റെ അശ്വമേധ യജ്ഞത്തിൽ നടന്ന 2 പ്രധാന സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ വിവരിച്ചത്. അർജുനന്റെ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും കഥയ്ക്ക് വലിയ അർത്ഥമൊന്നുമില്ലെങ്കിലും സ്വർണ്ണക്കീരിയുടെ കഥയ്ക്ക് ഒരു ധാർമ്മികതയുണ്ട്. പ്രിയരെ, നന്ദി, നമസ്കാരം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നു. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.